നമസ്കാരം, സൂമിയാണ്. ലൈഫ് ഓഫ് അൻസുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടുന്ന് നാട്ടിലേക്ക് പോവാണ്. 2 മണിക്കാട്ടോ ഫ്ലൈറ്റ്, 2:30 ആകുമ്പോൾ. അപ്പോൾ ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 9:30 ഇറങ്ങണം. നമുക്ക് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുന്നേ അവിടെ റിപ്പോർട്ട് ചെയ്യണമല്ലോ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്ര ഉണ്ട് എയർപോർട്ടിലേക്ക്. അപ്പം എൻ്റെ കൂടെ അരുണേട്ടൻ്റെ അനിയൻ്റെ വൈഫും ഉണ്ട്, അവരുടെ ഒരു കസിനും ഉണ്ട്, പിന്നെ 3 സിസ്റ്റർമാരുണ്ട്. ആ സിസ്റ്റർമാരിൽ ഒരു സിസ്റ്റർ നമ്മുടെ സ്വന്തം സിസ്റ്ററാണ് ഇവിടെ നമ്മുടെ പൊണയിലുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ 6 പേരാണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ബുക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് സിസ്റ്റർ ഈ സമയത്താണ് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ സിസ്റ്ററിൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് വേറെ 2 സിസ്റ്റർമാർ കൂടെ ഉണ്ട്, പിന്നെ അനിയത്തി ഉണ്ട്, കസിൻ ഉണ്ട്, പ്രവീണായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇന്ന് പോകണം കേട്ടോ നാട്ടിലേക്ക്. അപ്പോൾ കുറേ നമുക്ക് എയർപോർട്ടിൽ ചെന്നാലൊക്കെ കുറേ ഡിലേ ഒക്കെ ഉണ്ട്. എന്നാലും ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കുഞ്ഞു യാത്രാ വ്ളോഗാണ് കേട്ടോ ഇന്നത്തത്. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ 2:30 നമുക്ക് ഫ്ലൈറ്റ്. ഞാൻ എത്യോപ്യൻ എയർലൈൻസിലാണ് പോകുന്നത്. അതായത് മലാവിയിലെ ലിലോങ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എയർപോർട്ടിൽ നിന്ന് നമ്മൾ എത്യോപ്യ അഡിസ് അബാബ എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബോംബെക്കാണ് പോകുന്നത്, മുംബൈ എയർപോർട്ടിലേക്ക്. മുംബൈയിൽ നിന്ന് പിന്നെ നമ്മൾ കാലിക്കറ്റിലേക്കുള്ള എയർപോർട്ടിലേക്കാണ് കേട്ടോ. അപ്പം നാളെ ഈവനിങ് ഒരു 7 മണി 6 മണി 5 മണിയാണ് കാണിക്കുന്നത്. വീട്ടിലെത്തുമ്പോഴത്തേക്കിനും ഒരു 7 മണിയൊക്കെ ആവും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ ആണല്ലോ നാട്ടിൽ. ഇപ്പോൾ കുട്ടിക്കലാശത്തിൻ്റെ അന്നാണ് ഞങ്ങൾ നാട്ടിലെത്തുന്നത്. അപ്പോൾ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് അരുണേട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും സുമീനെ നാട്ടിലേക്ക് യാത്രയാക്കാൻ വേണ്ടി പോവാണ്. ഓണത്തിന് ഞാനും നാട്ടിൽ ചെല്ലും. 4 മാസം കഴിഞ്ഞ് അരുണേട്ടനും വരും. 7 വർഷങ്ങൾക്ക് ശേഷം ഓണം ആഘോഷിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ ഉള്ള ഒരു ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതിലേക്കാണ് ഏറ്റവും എന്താ പറയുക സന്തോഷം നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ആതിര അനൂപിൻ്റെ വൈഫാണ്. അനൂപിൻ്റെ വൈഫ് നാട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ ആൾക്ക് അഞ്ചിക്ക് അത്യാവശ്യം ലഗേജ് ഇല്ല, അപ്പോൾ ലഗേജ് കുറവുണ്ട്. അഞ്ചിൻ്റെ ഒരു ലഗേജിൽ സുമീൻ്റെ ഡ്രസ്സും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സുമി എല്ലാ ഡ്രസ്സും കൊണ്ടുവന്നുണ്ട് നാട്ടിലേക്ക്. അപ്പോൾ നമ്മൾ എല്ലാ ഡ്രസ്സും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോയിട്ട് വേറെ ഡ്രസ്സുകൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതൊക്കെ ലഗേജുകൾ കേട്ടോ. ഒരുപാട് ഇപ്പം നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നമാതിരി നാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങളും കൊണ്ടുവരാം. അല്ലേ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് നമ്മുടെ അനിയത്തിമാർക്കും അനിയന്മാർക്കുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 1 2 3 ഇത് ഹാൻഡ് ലഗേജാണ് കേട്ടോ. ഹാൻഡ് ലഗേജ്. പിന്നെ സുമിയുടെ ഇത് എന്താ പറയുക ചെറിയ ബാഗ്, പിന്നെ ഇത് ലാപ്ടോപ്പ് ബാഗ്. ഇങ്ങനെ അപ്പോൾ എല്ലാം നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അതുപോലെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പാസ്പോർട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫയലിലൊക്കെ. അപ്പോൾ സുമി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി പോകാം കേട്ടോ. കൊണ്ടുവരണേട്ടാ കൊണ്ടാതെ പിന്നെ ലേട്ടനേട്ടാ തന്നെയാണ് ഇതെല്ലാം പാക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും 2 ഉള്ളൂ. ഒരെണ്ണം നമ്മുടെ അനിയത്തിൻ്റെയാണ്. അതിൽ ഞാൻ എൻ്റെ തന്നെയായിട്ട് സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കുക. പേര് എഴുതിയതോ? ഞാൻ ഫയലിലെടുത്തിട്ടുണ്ട്. അവിടെ പോയി ഒട്ടിക്കാം. അവിടെ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഒന്നും കൂടിയും ഈ ലഗേജൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാനുണ്ട്. നമ്മൾ ഈ കാർട്ടൺ ബോക്സ് മാത്രമേ റാപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡ്രൈവർ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഞാൻ ലോക്കിക്കാക്കില്ല, ലോക്കിട്ടില്ല. അപ്പോൾ ഗൈസ് ഞാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ബാഗും ഹാൻഡ് ലഗേജൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. ഇനി എയർപോർട്ടിലേക്കുള്ള യാത്ര ഉണ്ട്. എയർപോർട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ ഞാൻ എയർപോർട്ടിൽ നിന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഈ ബാഗിന് വെച്ചിട്ട് കേട്ടോ ജയരാജനോടൊക്കെ യാത്ര പറയണ്ടേ. അതെ. For your children, 3 girls? Yeah, 3 girls. Yeah. I don't know it's fit or not, but they are very good. okay. Thank you very much. Okay, I'm going. All the Okay, days. you should take a banana, okay? ഞാനും അരുണേട്ടനും ഡ്രൈവറും ഉണ്ട് കേട്ടോ. ചെറുനേട്ടൻ ഒറ്റയ്ക്ക് വരണ്ട, അപ്പോൾ ഡ്രൈവറും ഉണ്ട്. എൻ്റെ മൂക്ക് ബൾബത്ര പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ 2 വർഷത്തോളം താമസിച്ച ഈ ഒരു ഏരിയനോട് ബൈ ബൈ പറയുമ്പോൾ എന്തോ മനസ്സിനൊരു വിഷമമാണ് കേട്ടോ. ഞങ്ങൾ വന്ന സമയത്ത് ഈ ഒരു ഏരിയ
മൊത്തം ഇങ്ങനെ എന്താ പറയുക ഒരു മരുഭൂമി പോലെയായിരുന്നു, ഒരു പച്ചപ്പൊന്നും ഇല്ലാതെ. പിന്നെ നമ്മളെ സ്വന്തമായി അങ്ങ് എല്ലാം ചെയ്തു തുടങ്ങി. ഇപ്പം അതൊക്കെ വിട്ടു പോകുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാം. അപ്പം ഞങ്ങൾ പോകുന്ന ദേ ഇപ്പോൾ എയർപോർട്ടിലേക്ക് തിരിയാനുള്ള റോഡെത്തി. എയർപോർട്ടിൻ്റെ ഇവിടുന്ന് അതായത് ആ തിരിയണ റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് കമ്മൂസു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അങ്ങോട്ടേക്ക് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, അതായത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വഴി കൂടിയായിട്ട് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഇത് എയർപോർട്ടിലെത്തി. അപ്പോൾ അവിടെ സൈഡിലായിട്ട് അനിയനും വൈഫും കസിനും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടണം. പിന്നെ ലഗേജ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റാക്കാനുണ്ട്. അപ്പോൾ അതേ കമ്മൂസു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ലിലോങ്വേയിലെ എയർപോർട്ട്. ഇവിടുന്ന് വേണം നമുക്ക് എവിടേക്ക് പോകാൻ, നമ്മുടെ എത്യോപ്യയിലേക്ക് പോകാൻ. അപ്പം നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് അവരുടെ അടുത്തേക്കാണ് കേട്ടോ. അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ അനിയൻ എന്താ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വീട്ടിലൊക്കെ എത്തി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊരു പനിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ടിനൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് ഇടാനും ലാഗായിട്ടുണ്ട്. നാട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. ഒന്നാമത് ഈ ഒരു സിറ്റുവേഷൻ കൂടെ ആയതുകൊണ്ട് നമുക്ക് ചൂട് കുറച്ച് കൂടും ചെയ്യും. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും ലാഗായത് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ഇടാൻ പറ്റുന്നില്ല. ചൂടായതുകൊണ്ട് നമുക്ക് ഒന്നിനും തോന്നുന്നില്ല മനസ്സിൽ. അതിങ്ങനെ മലാവിയിൽ ഇത്ര ചൂടുണ്ടായിരുന്നില്ലല്ലോ, ക്ലൈമറ്റ് മാറിയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വന്നപ്പം. ഇപ്പോഴും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. വീട് വരണേട്ടത് എൻ്റെ 7 kg ഒക്കെ ഉണ്ട് എടുക്കുന്നത്. ഫ്ലൈറ്റ് എന്റെ വണ്ടിയുടെ താക്കോല് വീടിന്റെ താക്കോല് ഒക്കെ വണ്ടിക്കകത്തുണ്ട്. സന്തോഷം പങ്കിടാൻ ഇത് ഈ ഫയൽ കളയാനോട്ടോ, നോക്കണ്ട മുന്നിൽ ഞാൻ പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. വണ്ടി ഭയങ്കര വൈബിലൊക്കെയാണല്ലോ വീഡിയോ വരുന്നത്. അപ്പോൾ റംബ ഹോയ് ഹോയ് ഒക്കെ പാടിയിട്ട് അറിഞ്ഞിട്ട് ഞങ്ങളവിടെ ആക്കിയിട്ട് പോയിട്ട് ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഉള്ളിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് വരണ സമയമാകുമ്പോഴത്തേക്കും കയറിപ്പോയാൽ മതി. അപ്പോൾ അവർ ഞങ്ങളാക്കിയിട്ട് പോയപ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു കാര്യത്തിനാണല്ലോ നാട്ടിലേക്ക് പോകണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ കരഞ്ഞ് തലവേദനയൊക്കെ എടുക്കേണ്ട ഒരാളാണ്. പിന്നെ ഒരു കുഞ്ഞും കൂടെ വയറ്റിലുള്ളതുകൊണ്ട് അത്രയ്ക്കും ഇങ്ങോട്ട് വലിയതിലേക്ക് മുതിർന്നില്ല കേട്ടോ ഞാൻ. പിന്നെ എനിക്ക് തീരെ വയ്യാണ്ടാവും. അപ്പോൾ അതേ ഫ്ലൈറ്റ് വന്നു, അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇവിടുന്ന് ചെറിയൊരു ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ, ഫ്ലൈറ്റിൻ്റെ എടുത്തത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലിലോങ്വേ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ എത്യോപ്യയിലേക്കാണ് പോകുന്നത്. ഫ്ലൈറ്റിലിപ്പം വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്കാണ്. എന്താ വെച്ചാൽ കഴിഞ്ഞ തവണയൊക്കെ അരനേട്ടം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എടുക്കാനും നമുക്കൊരു ഉഷാറായിരുന്നു, നാട്ടിൽ പോണ സന്തോഷമായിരുന്നു. ഇപ്പോൾ അരനേട്ടം ഒപ്പം ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇവർ രണ്ടുപേരും കൂടെ ഉണ്ട്. പിന്നെ സിസ്റ്റർമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലുള്ള സീറ്റാണ് കേട്ടോ കിട്ടിയത്. ഏറ്റവും ബാക്കിൽ തന്നെ തൊട്ട് മുന്നിലുള്ള സീറ്റാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ തവണ ഫ്ലൈറ്റിലൊക്കെ പോയപ്പോൾ സെൻറ്ററിലും ഫ്രണ്ടിലൊക്കെ ആയിട്ടാണ് നമുക്ക് സീറ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഏറ്റവും ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇത് ചെറിയ ഫ്ലൈറ്റാണ്, അതായത് 2 റോ ഉള്ള ചെറിയ ഫ്ലൈറ്റാണ് ഇവിടെ നിന്ന് എത്യോപ്യയ്ക്കുള്ളത്. പക്ഷേ എത്യോപ്യയിൽ നിന്ന് നമ്മുടെ മുംബൈയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വലിയ ഫ്ലൈറ്റ് ആയിരിക്കും കേട്ടോ. അതായത് 3 റോ ഉള്ള അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് ജീനോട് പറയാൻ തോന്നുന്നു വീഡിയോ എടുത്ത് തരാനേ. പക്ഷെ അവൾ ഫോണും കൂടെ നോക്കിയപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മൊത്തം ഗ്ലാസ്സിലെ സ്ക്രാച്ചസ് ആയിരുന്നു കേട്ടോ. ഗ്ലാസ്സൊക്കെ ഫുള്ള് സ്ക്രാച്ച് ആയിരിക്കുന്നതുകൊണ്ട് പുറത്തുള്ള വ്യൂ അത്രയ്ക്ക് ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഫ്ലൈറ്റ് കയറി ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു 4.5 മണിക്കൂറിൻ്റെ യാത്രയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ റൈസും ചിക്കനും പിന്നെ എന്തോ വെജിറ്റബിൾ കറിയും ഇതേപോലെ ഒരു അതായത് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളൊരു സാലഡും ബിസ്ക്കറ്റ് ബട്ടർ അങ്ങനെയൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ആപ്പിൾ ജ്യൂസ് ആട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ കറി നമ്മളെ മോഡൽ ചിക്കൻ കറി അല്ല, ഇത്
ആ ഒരു മോഡൽ ചിക്കൻ കറിയാണ്. ഒരു മഞ്ഞ കളറിലെ ഉപ്പൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഞാൻ അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ തൊട്ട് പുറകെയായിട്ട് കോഫിയും ടീയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോഫിയൊക്കെ പറഞ്ഞ് ആ ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കി കഴിക്കുക ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം 4.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്യോപ്യയിൽ എത്താനായി. എത്യോപ്യയിൽ എത്തുന്നത് ഒരു 6:30 സമയത്താണ് കേട്ടോ. എത്യോപ്യൻ ടൈം 6:30 സമയമാണ്. നാട്ടിലെ ടൈം എനിക്ക് അന്നേരം പറയാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ആ എത്യോപ്യയിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ താഴത്തെ വ്യൂ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് എടുത്തതാണ്. ചെറുതായിട്ട് ഇങ്ങനെ ബ്ലറായിട്ട് താഴത്തെ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇത് ഈ ഗ്ലാസിൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് എയർപോർട്ട് എത്താനായി, എത്യോപ്യൻ എയർപോർട്ട്. ഇപ്പോൾ ഫ്ലൈറ്റിനുള്ളിലൊക്കെ എന്താ പറയുക ലൈറ്റ് ഇട്ട്, അതായത് ഒരു ഈവനിങ്ങിൻ്റെ പ്രതീതിയായി. നമ്മൾ ഉച്ചയ്ക്ക് കയറിയതാണല്ലോ മലാവിയിൽ നിന്ന്. എത്യോപ്യയിൽ എത്താനായപ്പോഴത്തേക്കിനും ഒരു ഈവനിങ് ആയി. ഇത് ലാൻഡ് ചെയ്തു. ഇപ്പോൾ റൺവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ ഇപ്പോൾ പറയുക, നമ്മൾ എത്യോപ്യ എന്ന് പറയുന്നത് വേറെ രാജ്യമാണ്, ആഫ്രിക്കൻ രാജ്യമാണ്. പണ്ട് നമ്മൾ ആ മലാവിയിലായിരുന്ന സമയത്ത് എല്ലാവരും മലാവി രാജ്യമാണോ എന്നെല്ലാം ചോദിക്കുന്ന ഒരു സ്ഥലപ്പേര് പോലെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. എത്യോപ്യ എന്ന് പറയുന്നത് മലാവി എന്ന് പറയുന്നതൊക്കെ ആഫ്രിക്കയിലെ രാജ്യമാണ്. ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ഭൂഖണ്ഡമാണ്. ഇപ്പോൾ നമ്മൾ ഏഷ്യ ഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ ആഫ്രിക്ക ഒരു ഭൂഖണ്ഡമാണ്. അപ്പോഴത്തേന് ഞങ്ങൾ എത്യോപ്യയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് കയറാണ്. നമുക്ക് നമ്മുടെ ഹാൻഡ് ലഗേജ് മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ. മറ്റേ ലഗേജ് നമ്മൾ ഓൾറെഡി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ബോംബെയിൽ നിന്ന് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇമിഗ്രേഷൻ ചെക്കിങ്ങിലും സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. നമ്മൾ ഹാൻഡ് ലഗേജിന് നമ്മൾ മൊത്തമായിട്ടുള്ളൊരു ചെക്കിങ്ങാണ് പോണേ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ചെക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഇരിക്കാൻ നമുക്ക് ഇവിടുന്ന് നേരെ ഇപ്പോൾ അവിടെ ഒരു ബോർഡൊക്കെ എഴുതിയതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ഗേറ്റ് പറയുന്നത്. ഗേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബസ് വരും. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് മാറിയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അവിടെ നിന്ന് ബസ്സിൽ കയറിയിട്ട് നമ്മൾ എവിടെയാണോ ഫ്ലൈറ്റ് അവിടെ പോയി ഫ്ലൈറ്റ് കയറുകയാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ എത്യോപ്യയിൽ ഞങ്ങൾ രാത്രി 12:30 ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആയിട്ട് പിന്നെ 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ആ സമയം അതുകൊണ്ട് ശരിക്കും ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് അങ്ങ് ഡിലേ ആക്കാതെ ഏകദേശം ഒരു 2 മണിക്കൂറിൻ്റെ ഡിലേ അവർ ചെയ്തുള്ളൂ. അങ്ങനെ ബസ്സിൽ കയറി ഇപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ എത്യോപ്യ എന്ന് പറയുന്നത്, എത്യോപ്യൻ എയർപോർട്ട് എന്ന് അഡിസ് അബാബ എയർപോർട്ട് എന്ന് പറയുന്നത് വലിയ എയർപോർട്ടാണ് കേട്ടോ. ഒരുപാട് വലുതും ചെറുതും പ്രൈവറ്റ് ജെറ്റുകളും ഒക്കെ ഉള്ള വലിയൊരു ഒരു എയർപോർട്ടാണ് അഡിസ് അബാബ എയർപോർട്ട്. എത്യോപ്യൻ എയർലൈൻസ് എന്ന് പറയുന്നതും വലിയ, അതായത് ഒരുപാട് ശൃംഖലകളുള്ള ഒട്ടുമിക്ക ആഫ്രിക്കേൻ്റെ എല്ലാ രാജ്യങ്ങളും കണക്ട് ചെയ്യുന്നത് ഈ എത്യോപ്യയിൽ കൂടെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വേറെ എവിടെ നിന്ന് വന്നാലും എത്യോപ്യയിൽ ഇറങ്ങിയിട്ട് വേണം നമ്മൾ മറ്റുള്ള ആഫ്രിക്കൻ കൺട്രീസിലേക്ക്, ഭൂരിഭാഗം ആഫ്രിക്കൻ കൺട്രീസിലേക്കും പോകാനുള്ളത് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് കയറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എത്യോപ്യൻ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വലിയ ഫ്ലൈറ്റാണ്. എത്യോപ്യൻ ഫ്ലൈറ്റ് അല്ല, എത്യോപ്യയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വലിയ ഫ്ലൈറ്റാണ്. ഞങ്ങൾക്കപ്പോൾ സെൻട്രൽ റോയിലാട്ടോ കിട്ടിയിട്ടുള്ളത്. അതൊരു അടിപൊളി അനുഭവമായിരുന്നു. നല്ല കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കാല് നീട്ടിയേക്കാനാണെങ്കിലും ഒന്നും ഇങ്ങനെ ചാരി കിടക്കാനാണെങ്കിലും നല്ല സ്പേസ് ഉള്ള ഫ്ലൈറ്റാണ് ഈ വലിയ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലൈറ്റിനുള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഓരോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ സീറ്റിലും മോണിറ്റർ ഉണ്ടാകും, അതായത് TV ഉണ്ടാകും. അതിൽ നമുക്ക് കാണിക്കും അവർ അനൗൺസ് ചെയ്യുന്നതെല്ലാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫ്ലൈറ്റിൽ കയറിയാൽ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, അങ്ങനെ എല്ലാം പറഞ്ഞുതരും. അതെല്ലാം ഈ TV-യിലും കാണിക്കും കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് മാപ്പ് കാണുന്നുണ്ടെങ്കിൽ TV കാണാം, സിനിമ കാണാം, എല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തി എന്നൊക്കെ ഉള്ളത് ഇതേപോലെ മാപ്പ് നോക്കിയാലൊക്കെ മനസ്സിലാവും. അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഫ്ലൈറ്റാണ് വലിയ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ എത്യോപ്യയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല 2 മണിക്ക്, അവിടുത്തെ വെളുപ്പിന് 2 മണിക്ക് കയറിയിട്ട് നാട്ടിലെത്തുന്നത്, മുംബൈ എയർപോർട്ടിലെത്തുന്നത് 10:30-ക്കാണ് കേട്ടോ. ശരിക്കും 8:30-ക്ക് എത്തുന്നത്, 2 മണിക്കൂർ ലേറ്റായി 10:30-ക്കാണ് എത്തിയത്. അപ്പോഴത്തേക്കും നേരൊക്കെ വെളുത്തു. മറ്റേ ഹൊറിസോണ്ടൽ ലെവലിൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ വെർട്ടിക്കൽ ലെവലിനാട്ടോ കിട്ടിയത്. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. ഇപ്പോഴൊന്ന് ക്ലിയറും ക്ലാരിറ്റി ആയിട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ കിട്ടുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ സെൻട്രൽ റോയിലായിരുന്നു. അപ്പോൾ പ്രവീണേട്ടൻ സൈഡിലിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു കസിൻ കൂടെ ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ പ്രവീണേട്ടനെ കൊണ്ട് എടുപ്പിച്ചതാണ് ഈ വീഡിയോ. കാരണം സെൻട്രൽ റോയിൽ ഇരുന്നാലും ഇങ്ങനെ സൈഡിലേക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ പോയതാണ്. അപ്പം എന്തായാലും നേരൊക്കെ വെളുത്ത് ഞങ്ങളങ്ങനെ മുംബൈയിൽ, നമ്മുടെ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. പിന്നെ മുംബൈയിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റവും വൈകുന്നേരമാണ് ഫ്ലൈറ്റുള്ളത്. 3 മണി 4 മണിക്കായിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അതുവരെ മുംബൈയിലിരിക്കണം. അപ്പോൾ പതുക്കെ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മലാവിയിൽ നിന്ന് കയറി മുംബൈയിലെത്തിയിട്ട്
നമ്മുടെ ലഗേജ് കളക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഗേജൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ 2 പീസ് സെറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളക്ട് ചെയ്യണം. പിന്നെ ഇവിടുന്ന് വീണ്ടും സെക്യൂരിറ്റി ചെക്കിങ്ങിനും അങ്ങനെ എല്ലാത്തിനും കൊടുത്ത് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മുംബൈ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ബാഗൊക്കെ കളക്ട് ചെയ്യുകയാണ്. എല്ലാവരുടെ ബാഗും ഉണ്ടായിരുന്നു, അതൊക്കെ കളക്ട് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ കോഴിക്കോടേക്ക് കയറാനുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ഏരിയ ഉണ്ട്, അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് രാത്രി കഴിച്ചതാണല്ലോ, അപ്പോൾ രാവിലെ ആയിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ഒരു മസാല ദോശേൻ്റെ സെറ്റൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര റേറ്റാണ് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ. പിന്നെ നോർമലി എല്ലാവർക്കും അറിയാമല്ലോ എയർപോർട്ടിൻ്റെ ഉള്ളിലെ ഭക്ഷണം പുറത്തുള്ള ഭക്ഷണത്തെക്കാട്ടിലും റേറ്റ് കൂടുതലായിരിക്കും. വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, വിശപ്പിന് കഴിക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാല ദോശേൻ്റെ ഒരു സെറ്റാണ്. മസാല ദോശയും വടയും പിന്നെ സാമ്പാർ ചട്ടിനി പിന്നെ ഒരു ചെന്നൈ കോഫിയും കൂടെ കിട്ടും കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. 5 വട, ഇഡ്ഡലി അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ വലിയ കറികളൊന്നും അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ മസാല ദോശയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. ചായയും കൂടി കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. കാരണം നമ്മൾ ശരിക്കും 8:30 എത്തണം, നമ്മൾ 10:30 ഇറങ്ങി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും 11:30 ഏകദേശം ഉച്ചയായി, 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു സമാധാനമായി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത് ഞങ്ങൾ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്, കരിപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയതൊന്നും ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. 2 ഫ്ലൈറ്റിന് ഓൾറെഡി വീഡിയോ എടുത്തല്ലോ. ഈ ഫ്ലൈറ്റ് തന്നെയാണല്ലോ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ എയർപോർട്ട് എത്താനായി. അപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കി വിശേഷം കാണാം. അവിടെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും അരുണേട്ടൻ്റെ അച്ഛനും ചേച്ചിയും എല്ലാവരും വന്നിട്ടുണ്ട് കൂട്ടാൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് അവരെയൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാണാൻ ഒരു മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അച്ഛനെ ഞാൻ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചനും അമ്മയും അരുണേട്ടൻ്റെ അച്ഛനും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ അനിയനാണ്, അനിയനും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും എയർപോർട്ടിൽ നിന്ന് കണ്ടു. ഇനിയിപ്പോൾ ഈ പെട്ടിയൊക്കെ ഉന്തി നമ്മുടെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് ആക്കണം. ഇനി അടുത്ത കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ. കുറേ നാളായി അതിനെ കാണണമെന്ന് ആഗ്രഹിക്കണേ. അപ്പോൾ ഇനി വണ്ടി കാണണം, വണ്ടിയുടെ പുറത്തുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഇപ്പം എന്താ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. വലിയ പ്രശ്നങ്ങളും കുഴക്കവും ക്ഷീണമൊന്നും ഇല്ലാതെ നാട്ടിലെത്താൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ എല്ലാവരെയും വീഡിയോയിലേക്ക് ആക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് വീഡിയോയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ, ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ അമ്മ. അമ്മേനെ പതുക്കെ വീഡിയോയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ. അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ ഉന്തി നമ്മളെ വണ്ടീൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അത് വണ്ടീൻ്റെ അടുത്ത് വന്നു. അവർ ലഗേജൊക്കെ ആദ്യം കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഗേൾസ് എല്ലാം ഈ വണ്ടിയിലും, അച്ഛന്മാരും പിന്നെ അനിയനും ചേച്ചിയുടെ മോനും അവരൊക്കെ എൻ്റെ വീട്ടിലത്തെ വണ്ടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിലും കൂടിയാണ് വരുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ നാട്ടിലേക്കാണ്. നാട്ടിലെത്തിയതും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളെ കൂട്ടാൻ ജിനു വന്നിട്ടുണ്ടായിരുന്നേ. ജിനു ആണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇവരൊക്കെ അടുത്ത കാറിൽ വരാൻ വേണ്ടിയിട്ടാണ് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഇനി ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഏകദേശം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂറുണ്ട് തോന്നുന്നു. എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഇരുട്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലാവിയിലെ ക്ലൈമറ്റ് വേറെയും ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ ആയതുകൊണ്ട് ചൂട് നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ല ചൂടാണ്. നമ്മൾ AC ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല, നല്ല ചൂടുണ്ട് കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാനേ പറ്റണില്ല. അതാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് വൈകിയത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വിഷുവിൻ്റെ വ്ളോഗൊക്കെ വരാനിരിക്കണേ ഉള്ളൂ. വിഷുവൊക്കെ കഴിഞ്ഞ് ഇത്രയും ദിവസമായി എന്നറിയാം. എന്നാലും വിഷുവിൻ്റെ ആ ഒരു മെമ്മറീസൊക്കെ നമുക്ക് പിന്നെ ആണെങ്കിലും കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഞാൻ അതൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ, ഇച്ചിരി വൈകിട്ടാണെന്നുണ്ടെങ്കിലും. പിന്നെ ഇപ്പം എന്താ, നമ്മുടെ നാടെത്തി.
അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത് ഇത് എൻ്റെ അച്ചമ്മയാണ് കേട്ടോ. അച്ചമ്മയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അങ്ങ് വിഷമായി, ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നാളായല്ലോ കണ്ടിട്ട്, അതുകൊണ്ട്. അപ്പോൾ അച്ചമ്മ അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അരുണേട്ടൻ്റെ അച്ചമ്മേനെയും കാണാം കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എന്തോ ഒരു സമാധാനം കേട്ടോ. അതായത് ഇത്രയും ട്രാവൽ, ഇത് 2 ദിവസത്തെ ട്രാവലിംഗ് അല്ലേ, അത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഇല്ലേ കുഴങ്ങിയില്ല. ചോറുണ്ടോ? ചോറുണ്ടോ? അച്ഛമ്മ ചോറുണ്ടോ? ചോറുണ്ടോ? ചൂടാണോ? നല്ല ചൂടാണോ? ഞങ്ങള് വരാൻ നേരം വൈകി. അങ്ങനെ മലാവി വിട്ട് നാട്ടിലേക്ക് വരുന്ന ഈ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.